ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഒരു നോമ്പിൻ്റെ വിശേഷമായിട്ടാണ് വന്നത്. നോമ്പിൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തൊരു ചെറിയ തിരക്ക്, അങ്ങനെ റെസിപ്പി ആയിട്ടൊന്നും കാണിക്കുന്നൊന്നുമില്ല. അന്ന് വൈകുന്നേരം ഞാൻ ഉണ്ടാക്കിയത് പഴംപൊരിയും പഴം ഉണ്ടായിരുന്നു കൊണ്ടുവന്നതിൻ്റെ ഇവിടുത്തെ നോമ്പ് തുറയേണ്ട അന്ന് കൊണ്ടുവന്നതായിരുന്നു. അതിൽ കുറച്ച് ബാക്കിയുള്ളത് ഞാൻ പഴം പൊരിച്ച്, പിന്നെ എന്താ ഉണ്ടാക്കിയ കുറച്ചായിട്ട് 2-3 തരം എണ്ണക്കടികൾ ഉണ്ടാക്കിന്. അതിൻ്റെ പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ വൈകുന്നേരം അതൊക്കെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. അന്ന് പിന്നെ മറ്റേ നമ്മൾ ഇതില്ലേ പരിപ്പ് വട, അതും ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ ഒരു ചിക്കനെ കൊണ്ടുണ്ടാക്കിയ വേറൊരു സാധനം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചായിട്ട് 3 തരം കടികളുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ വേറെ കുറേ പണിയൊന്നും അന്ന് എടുത്തിട്ടില്ല, കാരണം എല്ലാം കുറച്ച് ഫ്രിഡ്ജിലുള്ളതെല്ലാം തലേന്നത്തത് കുറച്ച് ബാക്കിയുള്ളത് അങ്ങനെയല്ല എന്നാക്കിയത്. പിന്നെ പഴംപൊരി ഇവിടെയുള്ള ആൾക്കാർക്ക് നമ്മളെ നാട്ടിലെ പഴംപൊരി ഭയങ്കര കാര്യമാണ്. പഴംപൊരി, പിന്നെ പഴത്തിനെ കൊണ്ടുണ്ടാക്കുന്ന പോള, പിന്നെ ഉന്നക്കായ, പഴം നിറച്ചത്, അങ്ങനെ നമ്മളെ നാട്ടിലുള്ള എന്തുണ്ടാക്കി കൊടുത്താലും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അവർക്കെല്ലാം കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പഴം പൊരിച്ചത്. അങ്ങനെ ആദ്യം തന്നെ പഴം പൊരിച്ച് ബാക്കിയുള്ളതെല്ലാം പിന്നെ പൊരിച്ചെടുത്ത്, കാരണം അതെല്ലാം എരിവുള്ള സാധനമല്ല, പിന്നെ അതിൻ്റെ ഫ്ലേവർ വരും പഴംപൊരിയിലോട്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പഴമാണ് പൊരിച്ചെടുത്തത്. അപ്പം പഴം പൊരിച്ചെടുത്ത് മാറ്റി വെച്ച് അതിൻ്റെ നടുക്ക് ബാക്കി പണികളെല്ലാം ഇങ്ങനെ സൈഡിൽ നിന്ന് മക്കളെല്ലാം ചെയ്യുന്നുണ്ട്. ജ്യൂസ് അടിക്കുന്നുണ്ട്, ഫ്രൂട്ട്സ് കട്ടാക്കുന്നുണ്ട്, അങ്ങനെ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അന്നത്തെ ഒരു നോമ്പിൻ്റെ വിശേഷം. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ടാണ് ഞാൻ എന്ത് ഫ്രൈ ചെയ്തെടുക്കുള്ളൂ, കാരണം ഉള്ളു വേവണമല്ലോ. ഇനിയിപ്പോൾ പിന്നെ ഗ്യാസിൻ്റെ കാര്യങ്ങളെല്ലാം കുറച്ച് അവതാളത്തിലാവും. അങ്ങനെയാണ് ന്യൂസിലെല്ലാം പറയുന്നത് കേൾക്കുന്നുണ്ട്. അതല്ലേ ഗ്യാസിൻ്റെ കേൾക്കുമ്പോൾ ടെൻഷനാവുന്നു. നമുക്കൊന്നും ഇവിടെയൊന്നും ഗ്യാസ് ഇല്ലാണ്ട് ഒന്നും നടക്കില്ല, കാരണം അടുപ്പൊന്നും ഇങ്ങനെ കത്തിക്കാനൊന്നും പറ്റില്ലല്ലോ. അടുപ്പും വിറകൊന്നും ഇവിടെയൊന്നും ഇല്ലല്ലോ. അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ ആൾക്കാർ വന്നിട്ട് നമ്മളെ ഇവിടെ നിന്ന് പുറത്താക്കും. പുകയെല്ലാം കാണുമ്പോൾ അവർ വിചാരിക്കില്ല എന്താ ഇത്. അതിനുള്ള സൗകര്യമൊന്നും ഇവിടെ ഫ്ലാറ്റിലൊന്നും ഇല്ല. അങ്ങനെ ഓരോ കടികളായിട്ട് അതെല്ലാം പൊരിച്ചെടുത്ത് പഴംപൊരിയും ആ ചിക്കനെ കൊണ്ടുണ്ടാക്കിയ ഒരു ഗ്രീൻ കളറിലുള്ള മറ്റേ നമ്മുടെ പുതിനയിലും കൊത്തുമീറിയിലെല്ലാം അരച്ചിട്ടുള്ളൊരു സ്നാക്സാണത്. അപ്പോൾ 3 എണ്ണക്കടികളായി. ഫ്രൂട്ട്സ് കട്ടാക്കി, ജ്യൂസ് അന്ന് വാട്ടർമെലൻ്റെ ജ്യൂസ് ചെയ്യുന്നു. പിന്നെ ഞാൻ പാലിലുള്ള ജ്യൂസ് കുടിക്കാറില്ല, അപ്പോൾ എനിക്ക് വെള്ളത്തിലുള്ളതാക്കി. അപ്പോൾ ഇത്രയൊക്കെ തന്നെ.